പ്രേക്ഷകർക്കിടയിൽ ഏറെ സുപരിചിതരായ താരങ്ങളാണ് ജി.പി എന്നറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും. ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷങ്ങളും ട്രെൻഡിങ് ആകാറുണ്ട്. പതിവായി യൂട്യൂബ് വീഡിയോകൾ പങ്കുവയ്ക്കാറില്ലെങ്കിലും വിശേഷങ്ങളെല്ലാം ആരാധകരെ ഇവർ അറിയിക്കാറ് പതിവാണ്. ഇപ്പോഴിതാ ഗോപികയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് താരം. ജി.പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അച്ഛനും അമ്മയുമായി ഇത്ര നേരം ചെലവഴിക്കാൻ തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഗോപികയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോഴാണ് ഞാൻ അമ്മയെ അത്രയും ഹാപ്പിയായി കണ്ടതും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലോകത്തായിരിക്കും, എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കുറേ കഥകൾ അറിഞ്ഞത് ഗോപിക വന്നതിന് ശേഷമാണ്. ഗോവിന്ദ് പത്മസൂര്യ പറയുന്നു: കല്യാണം കഴിക്കണമെന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് ചെലവഴിക്കാൻ സമയവും ഊർജവും ഉണ്ടായിരുന്നില്ല. ഫുൾ സെറ്റിൽ ആയിട്ടേ സ്റ്റാർ ആയിട്ടോ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി, ജി.പി കൂട്ടിച്ചേർത്തു. എപ്പോഴും സന്തോഷം പുറത്തുകാണിക്കുന്നയാളാണ് താനെന്നും തൻ്റെ വൾനറബിൾ ആയിട്ടുള്ള വശം പുറത്തുകാണിക്കാൻ ആഗ്രഹിക്കാറില്ലെന്നും ജി.പി പറയുന്നു. എന്നാൽ ഈ സ്വഭാവം തനിക്ക് പാരയായിട്ടുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു വട്ടം മാത്രമാണ് ഇങ്ങനെ ഹാപ്പിയായിരിക്കുന്നത് എനിക്കൊരു പാരയായിട്ട് മാറിയിട്ടുള്ളത്. എനിക്ക് കല്യാണ ആലോചന വന്ന സമയത്തായിരുന്നു അത്. ഗോപികയുടെ ആലോചന വന്ന സമയത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഗോപിക ആദ്യം യെസ് പറഞ്ഞിരുന്നില്ല. ഞാൻ അഭിനയിക്കുകയാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുന്നത്, എപ്പോഴും സ്വീറ്റായിട്ട് സംസാരിക്കുന്നത്, അതൊക്കെ ഞാൻ അഭിനയിക്കുന്നതാണ് എന്നായിരുന്നു ഗോപിക കരുതി വച്ചിരുന്നത്. ഗോവിന്ദ് പത്മസൂര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. ശരിയായ പാർട്ട്ണർ വരുമ്പോഴേക്കും കല്യാണം കഴിക്കൂ എന്നൊന്നും തനിക്കുണ്ടായിരുന്നില്ല എന്നും ജി.പി പറയുന്നു. ഏറ്റവും റൈറ്റായ ആളെ കല്യാണം കഴിക്കൂ എന്നൊന്നും ഇല്ലായിരുന്നു. ആരാണോ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അയാളെ റൈറ്റാക്കുക, അതല്ല എങ്കിൽ അയാളുടെ റൈറ്റ് സൈഡിലേക്ക് ഞാനും ചേരുക എന്നതാണ് എൻ്റെ രീതി എന്നും ജി.പി പറയുന്നു.